യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. മശിഹയായി വന്നു മരണത്തെ ജയിച്ചു മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹസ്നേഹം. മശിഹയായി വന്നു മരണത്തെ ജയിച്ചു മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹസ്നേഹം. മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹസ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം മുതലുള്ളതായ ഏതാനും വാക്യങ്ങളാണ് നമുക്ക് വായിക്കേണ്ടത്. വെളിപ്പാട് 3-ാം അധ്യായം 7-ാം വാക്യം മുതൽ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഏഷ്യാമൈനിലുള്ള 7 സഭകൾക്കുള്ള ദൂതാണ് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിലായി നാം കാണുന്നത്. ആദ്യം എഫേസു സഭയ്ക്കുള്ള ദൂത് നാം കാണുന്നു. രണ്ടാമത് സ്മുർന്ന സഭയ്ക്കുള്ള ദൂത് നാം കാണുന്നു. മൂന്നാമത് പെർഗമോസ് സഭ. നാലാമത് തുയഥൈര സഭ. അഞ്ചാമത് സർദീസ് സഭ. ആറാമത് ഫിലദൽഫിയ സഭ. ഏഴാമത് ലവോദിക്ക സഭ. ഈ 7 സഭകൾക്കുള്ള ദൂതിൽ 5 സഭകളോടും കർത്താവ് വളരെ അമർച്ചയായി അവർ ശാസിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ 2 സഭകളോട്, സ്മുർന്ന സഭയോടും ഫിലദൽഫിയ സഭയോടും കർത്താവ് കുറ്റമൊന്നും പറയുന്നില്ല. അതൊരു വലിയ പാഠമാണ് നമുക്ക്. സ്മുർന്ന സഭയോട് പറയുമ്പോൾ അവരോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് പീഡയുണ്ട് എന്നുള്ളതാണ്. പീഡിത സഭയാണ് സ്മുർന്ന സഭ, പീഡിത സഭ.
നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഇനിയും പ്രയാസങ്ങളുണ്ടാകും, പക്ഷേ നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. പ്രയാസങ്ങളുണ്ടാകും, സഹിപ്പാനുണ്ടാകും, പക്ഷേ നീ പേടിക്കേണ്ട. നിന്നെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. പിശാച് നിങ്ങൾ ചിലരെ ബന്ധനസ്ഥരാക്കും, തടവിലാക്കും. പക്ഷേ പേടിക്കേണ്ട, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും. ഒരു നിശ്ചിത കാലത്തേക്കേ ഉള്ളൂ ഉപദ്രവം. അത് കഴിഞ്ഞ് നിനക്ക് സമാധാനം കിട്ടും. 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും എന്ന് പറഞ്ഞാണ് ആ സ്മരണ സഭയെ കർത്താവ് അനുമോദിക്കുന്നത്, അഭിനന്ദിക്കുന്നത്. സ്മരണ സഭയെക്കുറിച്ച് കർത്താവ് ഒന്നും തിരുത്താൻ പറയുന്നില്ല, നിന്നിൽ ഇന്ന കുറ്റമുണ്ട് എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെയുള്ള ഒരു സഭയാണ് ഫിലദെൽഫിയ സഭ. ആ സഭയോടും പറയുകയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, അതെനിക്കറിയാം. നീ വലിയ ശക്തിമാനൊന്നുമല്ല, പക്ഷേ നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, എൻ്റെ വചനം നീ മുറുകെ പിടിച്ചിരിക്കുന്നു. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും എനിക്ക് നിന്നെക്കുറിച്ച് സന്തോഷിക്കാനേ വകയുള്ളൂ. നീ വലിയ ശക്തിമാനൊന്നുമല്ല, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിൽ നീ എൻ്റെ വചനം കാത്തു, എൻ്റെ വചനം നീ കാത്തു. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. അനേക സഭകൾ എൻ്റെ നാമം നിഷേധിക്കുന്നു, അനേകം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരെ എൻ്റെ നാമം നിഷേധിക്കുന്നു, എന്നെ ത്യജിക്കുന്നു, എന്നെ തള്ളി പറയുന്നു. പക്ഷേ നീ എന്നെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല, നീ എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു തന്നെയാണ് കർത്താവ് പറയുന്നത്. മറ്റെല്ലാ സഭകളോടും പറയുന്നത് പോലെ തന്നെ നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. പ്രവൃത്തി കർത്താവ് അറിയുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് നമുക്കൊരു ചിന്താവിഷയമായിരിക്കേണ്ടതാണ്. നമ്മുടെ ഓരോ ചലനവും യേശുക്രിസ്തു കാണുന്നു, ഓരോ ചലനവും യേശുക്രിസ്തു അറിയുന്നു. അത് നമ്മെ വാസ്തവത്തിൽ രോമാഞ്ചം കൊള്ളിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് നാം ഓരോ സമയം കടന്നു പോകുന്നത്, അല്ലേ? എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആകുലങ്ങളും ആവലാധികളും ദുരിതങ്ങളും ദുഃഖങ്ങളും അനേകം നൂലാമാലകളുള്ള ഈ ലോക ജീവിതത്തിൽ, അതിനിടയിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നമുക്ക് ഈ ഒരു ആശ്വാസവചനം കിട്ടിയാൽ എന്തൊരു ഭാഗ്യമാണ്. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിൽ നിന്നെ ഞാൻ അറിയുന്നുണ്ട്, നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നുണ്ട്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിൽ നീ എൻ്റെ വചനം കാത്തവനാണ്, എൻ്റെ നാമം നിഷേധിക്കാത്തവനാണ്. എന്നെ നീ തള്ളി പറഞ്ഞിട്ടില്ല, എന്നെ നീ എപ്പോഴും നീ എൻ്റെ വചനം നീ കാത്ത് എന്നെ ആരാധിച്ചിരുന്നു. എന്നെ ഭയത്തോടും വിറയലോടും കൂടി എന്നെ ആരാധിച്ചിരുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, ഒരിക്കലും ദൈവത്തിന് എന്നെ കാണാതിരിക്കാൻ വയ്യ. കർത്താവ് കണ്ടുകൊണ്ടേയിരിക്കുന്നു എപ്പോഴും. സൂര്യപ്രകാശം ഈ ഭൂമിയിൽ വരുന്നു, പകൽ സമയത്ത് സൂര്യന് ഇന്ന ഭാഗത്ത് കാണുന്നില്ല എന്ന് പറയാൻ ഒക്കുകയില്ല. സൂര്യപ്രകാശം എല്ലായിടത്തും ചെല്ലും. എവിടെയെല്ലാം തുറന്നിരിക്കുന്ന അവിടെയെല്ലാം സൂര്യപ്രകാശം ചെല്ലും, ഉറപ്പാണ്. എന്നതുപോലെ കർത്താവ് നമ്മെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു, നിരന്തരം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നാം തിരിഞ്ഞു നോക്കണം. നമുക്ക് ചില പ്രതിസന്ധികൾ വന്നപ്പോൾ, നമുക്ക് ചില ഭാരങ്ങൾ വന്നപ്പോൾ, ചില ആവലാതികളും സങ്കടങ്ങളും വന്നപ്പോൾ, അപ്പോഴെല്ലാം കർത്താവ് നമ്മെ കണ്ടുകൊണ്ടിരുന്നു. കടത്തിൽ വീർപ്പ് മൂടി ഞെരുങ്ങിയപ്പോൾ, അനേകം ദുരിതങ്ങൾ ദുഃഖങ്ങൾ നമ്മെ നേരിട്ടപ്പോൾ എല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരുന്നു. അല്ല, നാം പാവം ചെയ്തുകൊണ്ടിരുന്നപ്പോഴും കർത്താവ് കണ്ടുകൊണ്ടിരുന്നു. കർത്താവ് എങ്ങനെ കാണും? എന്തൊരു വേദനയായിരിക്കും കർത്താവിന്. ഞാൻ പാവം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനെ കണ്ടുകൊണ്ടിരുന്നു. ഒന്നും ചിന്തിക്കാതെ പാവത്തിലേക്ക് പോയപ്പോൾ, മദ്യത്തിലേക്കോ അല്ല മയക്കുമരുന്നിലേക്കോ അരുതാത്ത ജീവിതത്തിലേക്കോ ഹീനമായ ജീവിത വൃത്തികളിലേക്കോ പോയപ്പോഴും കർത്താവ് കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴും കർത്താവ് കാണുന്നുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരിക്കലും നമ്മെ കുറ്റം വിധിക്കാൻ നിൽക്കുകയല്ല. നമുക്ക് വരുന്നതായ കാര്യങ്ങൾ, പാപങ്ങൾ കർത്താവ് കണ്ടു, അത് എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അല്ലാതെ ദൈവത്തിന് നമ്മളോട് ആരോടും വിരോധമില്ല, എല്ലാവരെയും സ്നേഹമാണ്. ഇതും നിങ്ങൾ കൃത്യം ഗ്രഹിക്കേണ്ടതാണ്. ദൈവത്തിന് സ്നേഹമേ ഉള്ളൂ, ദൈവസ്നേഹം മാത്രമാണ്. കർത്താവിന് സ്തോത്രം. എന്നാൽ ദൈവമെല്ലാം കാണുന്നു, വേദനയോടെയെല്ലാം കാണുന്നു. വേദനയോടെയെല്ലാം സ്വതവേ സ്പോണ്ടേനിയസായി റെക്കോർഡാകുന്നു. സ്വാഭാവികമായി തന്നെ, യത്നിക്കാതെ തന്നെ അതെല്ലാം റെക്കോർഡാകുന്നു. സ്പോണ്ടേനിയസ് റെക്കോർഡിങ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്ത് പോവുകയാണ് നമ്മുടെ ജീവിതം മുഴുവനും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് പക്ഷേ നാം ലജ്ജിക്കുന്ന പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാകും. നമുക്ക് അയ്യോ വേണ്ടായിരുന്നല്ലോ കർത്താവേ എന്നിപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും. എൻ്റെ ദൈവമേ, എനിക്ക് എന്താണ് അങ്ങനെ പറ്റിപ്പോയത്, ഞാൻ എന്താണ് അവിടെ പോയത്, എന്തിനാണ് ഞാൻ അവിടെ പോയി നിന്നത് എന്നൊക്കെ നമുക്കിപ്പോൾ തോന്നുന്നുണ്ടാകും. അയ്യോ കഷ്ടമായി പോയല്ലോ, വേണ്ടായിരുന്നല്ലോ എന്നിപ്പോൾ തോന്നുന്നുണ്ടാകും. പക്ഷേ എല്ലാം കർത്താവ് കാണുന്നുണ്ട്, എല്ലാം കാണുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ,
ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് മാഞ്ഞു കിട്ടുവാൻ ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. കുഞ്ഞാടിൻ്റെ രക്തം തളിക്കുക, കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ മാത്രമേ ഈ പാപങ്ങൾ മാഞ്ഞു പോവുകയുള്ളൂ. തിരുരക്തത്താൽ മാത്രം. യേശുക്രിസ്തുവിന്റെ തിരുരക്തം സകല പാപം പൊക്കുന്ന ശുദ്ധീകരിക്കുന്ന നമുക്കറിയാം, നമുക്ക് വാക്യം അറിയാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അനുഭവം കിട്ടുന്നില്ല. എന്നെ കർത്താവ് കഴുകിയെന്നും എൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ കർത്താവ് എല്ലാം മാറ്റിയെന്നും എൻ്റെ ജീവിതത്തിൽ എഴുതപ്പെട്ടിരുന്നതായ പാപങ്ങളെല്ലാം കർത്താവ് മായ്ച്ചു തന്നുവെന്നും എൻ്റെ പേരിലുണ്ടായിരുന്നതായ അകൃത്യങ്ങളുടെയും കടങ്ങളുടെയും ലിസ്റ്റ് കർത്താവ് എടുത്ത് കുരിശിൽ തറച്ചുവെന്നും അങ്ങനെ കർത്താവ് കുരിശിലേറിയപ്പോൾ എൻ്റെ പേരിലുണ്ടായിരുന്ന കടങ്ങളും പാപങ്ങളും എല്ലാം വഹിച്ചുകൊണ്ട് ആണ് കർത്താവ് കുരിശേറിയതെന്നും അങ്ങനെ എൻ്റെ കടച്ചിട്ട് കർത്താവ് കുരിശിന്മേൽ തറച്ചതുകൊണ്ട് എന്നിൽ നിന്ന് പാപങ്ങളെല്ലാം മാറിപ്പോയി എന്നും വിശ്വസിക്കാൻ സാധിക്കുന്നത് ഒരു വലിയ വെളിവാണ്, വലിയ അത്ഭുതകരമായൊരു അനുഭവമാണ്. എല്ലാം കർത്താവ് ഏറ്റെടുത്തു. എല്ലാം എത്ര ഹീനമായ, എത്ര മ്ലേച്ഛമായ, ഏറ്റവും കുൽസിതമായ, ഏറ്റവും ക്രൂരമായ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും. എന്തെല്ലാം സ്നേഹമില്ലാത്ത സ്നേഹശൂന്യമായ പെരുമാറ്റങ്ങൾ എന്തെല്ലാം നടന്നിട്ടുണ്ടാകും. വൈരാഗ്യങ്ങൾ, പകകൾ, വിദ്വേഷങ്ങൾ, ഹൃദയം നിറയെ മുഷിച്ചിലുകൾ, പരാതികൾ, പരിഭവങ്ങൾ, എന്തെല്ലാം. ഇതെല്ലാം കർത്താവ് തൻ്റെ മെയ്മേൽ ഏറ്റിട്ട് കർത്താവിൻ്റെ തിരുശരീരം ക്രൂശിൽ അർപ്പിച്ചതുപോലെ കർത്താവ് ആ സമയത്ത് നമ്മുടെ അകൃത്യങ്ങളുടെ ലിസ്റ്റ് കുരിശിന്മേൽ തറച്ചു. അങ്ങനെ പാമ്പിൻ്റെ തല ചതച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത് ഈ ഒരു പരമസത്യം നാം ഗ്രഹിക്കുമ്പോൾ, അത് അനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് നാം അത്ഭുതകരമായ സന്തോഷത്താൽ നിറയുന്നത്. എന്തൊരു മഹാഭാഗ്യം! എൻ്റെ കർത്താവേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സകല പാവങ്ങൾ നീ വഹിച്ചല്ലോ. നീ ഒരു പാവവും ചെയ്യാത്ത യേശുവെ, നീ എൻ്റെ പാവം നീ വഹിച്ചല്ലോ. ആ ഒരു വ്യക്തമായ ബോധ്യം നമുക്ക് കിട്ടുന്നു. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം. ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് അങ്ങനെയാണ്. ശരിയായ പാവബോധത്തിൽ തുടങ്ങുന്നു. പാവം വന്നുപോയെങ്കിലും എൻ്റെ പാവം ക്ഷമിക്കാൻ എൻ്റെ യേശു മനസ്സലിയുള്ളവരാണല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമുക്ക് സമാധാനം ജീവിതം തുടങ്ങുന്നത്. എല്ലാം മാഞ്ഞു കിട്ടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പലർക്കും ഇന്ന് അസ്വസ്ഥതയുണ്ട്, സമാധാനമില്ലായ്മയുണ്ട്, പലതരത്തിലുള്ളതായ പ്രയാസങ്ങളുണ്ട്. എന്നാൽ ഒന്ന് നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ പാവങ്ങളെല്ലാം കഴുകപ്പെട്ടവനായിട്ടാണോ ഞാൻ പോകുന്നത് എങ്കിൽ ഞാൻ ഭാഗ്യവാനാണ്. ആരെല്ലാം പോയാലും, മരണം സംഭവിച്ചാലും, പ്രിയപ്പെട്ടവർ വിട്ടുപോയാലും, ഏറ്റവും ഉപകാരികളായിരുന്നവരെ ശത്രുക്കളായി തീർന്നാലും, പലതരത്തിൽ സഹായം ചെയ്തവരെ നമുക്ക് എതിരായിട്ട് പ്രവർത്തിച്ചാലും, എന്തെല്ലാമാണെങ്കിലും എൻ്റെ യേശുവേ, നീ എത്ര നല്ലവൻ, എൻ്റെ അകൃത്യമെല്ലാം നീ ചുമന്നല്ലോ, എൻ്റെ ഭാരങ്ങളെല്ലാം നീ ചുമന്നല്ലോ എന്നുള്ള വിശ്വാസം നമുക്ക് വരുമ്പോഴാണ്, അപ്പോഴാണ് നമ്മുടെ ഹൃദയം കുളിർക്കുന്നത്. അപ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിലെ ആരംഭം കുറിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിൽ നിൻ്റെ വചനം കാത്തു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഫിലദൽഫിയ സഭയ്ക്ക് അത് എഴുതുമ്പോൾ പറയുന്നത് എങ്ങനെ, ഞാൻ നിൻ്റെ വചനം കാത്തു. ഇന്ന് അമേരിക്കയിൽ ഫിലഡൽഫിയ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ ഫിലഡൽഫിയ ആയിട്ട് ഇതിന് ബന്ധമില്ല. ഫിലദൽഫിയ സഭ എന്ന് പറയുന്നത് ഏഷ്യ മൈനറിലുള്ള സഭയാണ്. ഏഷ്യ മൈനറിലുള്ള ഫിലദൽഫിയ സഭയ്ക്ക് കർത്താവായ യേശുക്രിസ്തു എഴുതുകയാണ്. ആ സഭയ്ക്കുള്ള ദൂത് ഇങ്ങനെയാണ്. എന്താണ് പറയുന്നത്? വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാത്തവനും തുറക്കുകയും ആരും തുറക്കാത്തവനും അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു. തന്നെപ്പറ്റി തന്നെ കർത്താവ് പറയുകയാണ്, വിശുദ്ധനാണ്, ഞാൻ സത്യവാനാണ്, ഞാൻ സത്യമായി പറയൂ. സ്തോത്രം. ദൈവം സത്യവാനാണ്. വിശുദ്ധനും സത്യവാനുമായി ദാവീദിന് താക്കോലുള്ളവൻ. ദൈവത്തിന് സ്തോത്രം. സ്വർഗരാജ്യത്തിൻ്റെ ആ അനുഗ്രഹമണ്ഡലത്തിലേക്ക് കടന്നെല്ലുവാനുള്ളതായ ആ വാതിലിൻ്റെ താക്കോൽ, ദാവീദിനെ ഫരം വിളിച്ച താക്കോൽ, ദാവീദിൻ്റെ വേരുവംശവും ശുഭ്രവുമായി ഉദയനക്ഷത്രവുമായ കർത്താവായ യേശുവിൻ്റെ കയ്യിലിരിക്കുന്നു. ദാവീദിൻ്റെ താക്കോലുള്ളവൻ. ദൈവത്തിന് സ്തോത്രം. ദൈവാലയത്തിൻ്റെ പൂട്ട് തുറക്കുവാനും ദൈവാലയത്തിൻ്റെ പൂട്ട് അടയ്ക്കുവാനും അധികാരമുള്ളവനായ ദാവീദ് രാജാവിൻ്റെ ആ വംശപരമ്പരയിൽപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന് ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു വേദവസ്തം പറയുന്നു. ദാവീദിൻ്റെ താക്കോൽ കയ്യിലേന്തുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കയ്യിലുണ്ട്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഈ ഭൂമിയിലൊരു മനുഷ്യന് ഈ താക്കോൽ കിട്ടുകയില്ല. ആ താക്കോൽ ആരെയും കർത്താവ് ഏൽപ്പിക്കുകയുമില്ല. ആ താക്കോൽ ജീവനുള്ള ക്രിസ്തുവിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് കണ്ടിട്ടുള്ളതിലേക്കും പരിശുദ്ധനായ ദൈവദാസനായിരുന്നു ഞങ്ങൾ പപ്പായി എന്ന് വിളിക്കുന്ന, ഞങ്ങൾ ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട ആത്മീയ പിതാവ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം ഞങ്ങളോട് പറയുകയായിരുന്നു, നാം ആരും ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഞാൻ ഞെട്ടിപ്പോയി, എന്താണ് ഇങ്ങനെ പറയുന്നത്? നാം ആരും ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ ആ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ പിടിച്ചുകൊണ്ട് നിന്നാൽ നമുക്ക് കയറിപ്പോകാം. കർത്താവ് കയറി പോകുമ്പോൾ അങ്ങോട്ട് കയറിപ്പോകാം.
യേശുക്രിസ്തുവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിലുള്ളതായ വിട്ടുമാറാത്ത ആശ്രയം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പോവുകയുള്ളൂ. യേശുക്രിസ്തുവിലുള്ളതായ ആശ്രയം കൊണ്ട് മാത്രമേ ദൈവരാജ്യത്തിൽ പോവുകയുള്ളൂ. ആ ആശ്രയമാണ് താക്കോല്. ഈ ദൈവാശ്രയമാണ് താക്കോൽ കൊണ്ട് കർത്താവ് ദൈവരാജ്യം തുറന്ന് നമുക്ക് പ്രവേശനം തരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം. എൻ്റെ കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതെല്ലാം നിങ്ങൾ യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവവേദ്യമായി തീരണം. എങ്ങനെ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിന്തിക്കാറുണ്ട്, ഇപ്പോഴിങ്ങനെയൊക്കെ ജീവിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, പ്രഭാത കൃത്യങ്ങൾ കഴിയുന്നു, പ്രാർത്ഥിക്കുന്നു, ഓരോരോ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് വൈകുന്നേരമായി എല്ലാം കഴിഞ്ഞു, അവസാനം ഉറങ്ങുന്നു. ഒരു ദിവസം കഴിയുന്നു. പിറ്റേ ദിവസം പതിവ് പോലെ എല്ലാ ദിവസം പോലെ പിറ്റേ ദിവസവും പിറ്റേ ദിവസം അങ്ങനെ തന്നെ. ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഏതോ ഒരു ദിവസം ഞാനെന്ന് പറയുന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകുന്നു, ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നു. ഞാനെന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ജീവശ്വാസം നിലച്ചു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം അത് സംഭവിക്കും. ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് മാത്രമല്ല, ഈ ലോകത്തിൽ നിന്ന് ജീവിക്കുന്ന എല്ലാവരും മരണത്തെ നേരിടും. പ്രായമായിട്ട് മരിക്കുന്നവരുണ്ട്, പ്രായമാകാതെ മരിക്കുന്നവരുണ്ട്, പ്രത്യേക രോഗം ഉണ്ടായിരുന്നിട്ട് മരിക്കുന്നവരുണ്ട്, ഒരു രോഗം ഇല്ലാതിരുന്നിട്ടും പെട്ടെന്ന് മരിച്ചു പോകുന്നവരുണ്ട്. എങ്ങനെയും എല്ലാം ഈ ലോക ജീവിതത്തിൽ നിന്ന് ഓരോരുത്തർ കടന്നു പോകുന്നു, ഓരോരുത്തരും പോകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ നിന്ന് നാം എല്ലാവരും കടന്നു ചെല്ലുമ്പോൾ, അക്രദേശത്ത് നാം ചെല്ലുമ്പോൾ, അവിടെ നമ്മെ കൈനീട്ടി സ്വീകരിക്കാൻ യേശു ക്രിസ്തു നിൽക്കുന്നത് കാണാൻ പറ്റിയില്ലെങ്കിൽ മഹാനഷ്ടമായിരിക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവ് സ്നേഹത്തോടെ തഴുകുന്ന അനുഭവം കിട്ടിയില്ലെങ്കിൽ മഹാനഷ്ടമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിനക്ക് അല്പമേ വിശ്വാസം ഉണ്ടായിരുന്നുള്ളെങ്കിൽ നീ എൻ്റെ വചനം കാത്തല്ലോ. കർത്താവ് സന്തോഷത്തോടെ നമ്മെ എതിരേൽക്കുമ്പോൾ എന്തൊരു സമാധാനമായിരിക്കും. ഇവിടെ കണ്ണീരുണ്ട്, ഇവിടെ ദുരിതമുണ്ട്, ഇവിടെ വിരഹമുണ്ട്, ഇവിടെ വിയോഗമുണ്ട്, ഇവിടെ പ്രിയപ്പെട്ടവർ പോലും എതിർത്തുനിന്ന് വരാം. പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടിയല്ലേ നാം പോകുന്നത് ഓരോ ദിവസവും. എന്നാൽ ഈ ലോക ജീവിതം കഴിഞ്ഞ് ഒരു ദിവസം നോക്കിയിരിക്കാൻ കടന്നു ചെല്ലും. അതാർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ ഒരു ദിവസം അത് സംഭവിക്കുമെന്നുള്ള സംശയമില്ല. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അന്ന് നിത്യനായ രാജാധിരാജൻ്റെ അരുമകരങ്ങളിലേക്ക് നമ്മെ ചേർത്തണച്ച്, നമ്മെ തലോടി കണ്ണീര് തുടച്ച്, ഈ ലോകജീവിതത്തിൻ്റെ പാടുകളും കേടുകളും എല്ലാം മാറ്റി നമ്മെ കർത്താവിൻ്റെ സ്വർഗീയ മണവറയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്, നല്ലൊരു വിശ്വസ്തമായ ദാസനയെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ സ്വീകരിക്കുന്നത് ഒന്ന് നിങ്ങൾ ഭാവനയിൽ കണ്ടു നോക്കൂ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കാണുന്നതെല്ലാം മാറിപ്പോവില്ലേ? ഇവിടുത്തെ ബന്ധങ്ങളെല്ലാം മാറിപ്പോവില്ലേ? ഇവിടെ അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അല്ല മക്കളുണ്ട്, എല്ലാം ഉണ്ട്, ജോലിയുണ്ട്, തൊഴിലുണ്ട്, വരുമാനമുണ്ട്, എല്ലാം ഉണ്ട്, നല്ല വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ഏതാനും നാളത്തേക്ക് മാത്രം. ഒരു ദിവസം ഇതെല്ലാം വിട്ട് നാം അക്കരയ്ക്ക് കടന്നു ചെല്ലും. അക്കരയ്ക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് യേശുനാഥൻ്റെ ആണിപ്പാടുള്ള കരം നീട്ടിക്കൊണ്ട് നമ്മുടെ നേരെ അടുത്ത് വരികയും നമ്മെ ചേർത്തണച്ച് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുന്നത് കേൾക്കുകയും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തീരാ നഷ്ടമല്ലേ? തീരാ നഷ്ടം, ഒരിക്കലും നികത്താനാവാത്ത നഷ്ടം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിക്കുമോ? അന്ന് നിന്നെ അറിയുന്നില്ല എന്ന് കർത്താവ് പറയുന്നത് കേട്ടാലോ എത്രയോ ഭയാനകം. നിന്നെനിക്ക് പരിചയമില്ലല്ലോ എന്ന് കർത്താവ് പറഞ്ഞാൽ എത്രയോ ഭയാനകം. പോവീൻ, നിന്നെ എനിക്ക് പരിചയമില്ല, ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. അയ്യോ കർത്താവേ, നിനക്ക് എന്നെ അറിയാനില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നാം ഒരുമിച്ച് നടന്നിട്ടുണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ തെരുക്കളിൽ കൂടി നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. നമുക്ക് പരിചയമുണ്ട്, കർത്താവിന് പരിചയമുണ്ട്. കർത്താവ് പറയുന്നു അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് നിങ്ങളെ അറിയാൻ പാടില്ല, എനിക്ക് പരിചയമില്ല. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 13:22. അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, കർത്താവിനോട് ഒരാൾ ചോദിച്ചു, കർത്താവേ, നീ പറയുന്നത് കേട്ടിട്ട് ഈ എല്ലാവരും ഒന്നും രക്ഷിക്കപ്പെടില്ലെന്നാണല്ലോ തോന്നുന്നത്, ചുരുക്കമേ ഉള്ളോ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമേ ഉള്ളോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ, പലരും കടപ്പാൻ നോക്കും, പലരും കടക്കാൻ ആഗ്രഹിക്കും, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലാതാനും. എന്താ പറയുക? കഴിയുകയില്ലതാനും. പലരും കടക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷേ പ്രവേശിക്കാൻ സാധ്യമല്ല. പിന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വീട്ടുടയവൻ എഴുന്നേറ്റ് കതകടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ തുറന്നു തരയണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിനെ മുട്ടി തുടങ്ങുമ്പോൾ, പുറത്തുനിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട്
നിങ്ങൾ പുറത്തുനിന്ന് മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്നവൻ ഉത്തരം പറയും. എവിടുത്തുകാരെന്ന് എനിക്ക് പരിചയമില്ലല്ലോ, നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നു. പിന്നെ അന്നേരം നിങ്ങൾ, നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും. നിങ്ങൾ പറയും, കർത്താവേ നീ മറന്നുപോയോ? നിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച ഓർമ്മയില്ലേ? ഞങ്ങൾ തിന്നുകയും പിന്നെ ഞങ്ങൾ കുടിക്കുകയും, നിൻ്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ ഒന്ന് പഠിപ്പിച്ചത് നീ എല്ലാം മറന്നുപോയോ? കർത്താവേ ഞങ്ങൾ നിനക്ക് പരിചയമുള്ളവർ തന്നെയാണ്, ഞാൻ നിനക്ക് പരിചയമുള്ളവൻ തന്നെയാണ്. നിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നീ കൂടി വരുന്ന കൂട്ടായ്മയിൽ ഞാനും ചേർന്നിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കർത്താവേ നിൻ്റെ മുമ്പിലിരുന്ന് ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പഴയ പരിചയങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ അവനോ, നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവരോട് പറയും. ദൈവത്തിന് സ്തോത്രം. പിന്നെ അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടുപോകുവിനെന്ന് പറയും. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടുപോകുവീനെന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. അനീതി മാറിയില്ല. തിരുക്കളിൽ വന്നു, കർത്താവ് തിരുക്കളിൽ വന്ന് പഠിപ്പിച്ചപ്പോൾ ആ പാഠശാലയിലുണ്ടായിരുന്നു. കർത്താവ് ഭക്ഷണം കഴിച്ചപ്പോൾ വിരുന്നുശാലയിലുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഇന്ന് അനീതി മാറിയില്ല. കൂട്ടായ്മയിലുണ്ടായിരുന്നു, കൂട്ടായ്മയിൽ ചേർന്ന് നടക്കുന്നുണ്ടായിരുന്നു, കുടുംബ സന്ദർശനത്തിന് ഒരുമിച്ച് പോകുന്നുണ്ടായിരുന്നു, പലരോട് സുവിശേഷം പറയുന്നുണ്ടായിരുന്നു, വേദിയിൽ സുവിശേഷ പ്രസംഗം പറയുകയോ സാക്ഷ്യം പറയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വേദിയിൽ നിന്നുകൊണ്ട് പാട്ട് പാടുകയോ അനേകർക്ക് മധുരമായ സംഗീതത്തിൻ്റെ ആ ആനന്ദാനുഭൂതി നൽകുകയോ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം ഉണ്ട്, ശരി. പക്ഷേ നിങ്ങൾ എവിടെ നിന്ന് ഞാൻ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? അനീതി മാറിയില്ല, ജീവിതത്തിൽ നിന്ന് അസത്യം മാറിയില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, വളരെ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ചെറിയൊരു കാര്യം, നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവ് കൊണ്ട് കളവ് പറയാറുണ്ടോ? കളവ്, ഫോൾസ്ഹുഡ്, കളവ് പറയാറുണ്ടോ? നുണ പറയാറുണ്ടോ? ഒരുപക്ഷേ ആർക്കും ദ്രോഹം വരുത്താൻ ഉദ്ദേശിച്ചായിരിക്കില്ല. ചിലർ സ്വാഭാവികമായി നുണ പറയുന്നൊരു ശീലമാക്കിയിരിക്കുകയാണ്. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ചെയ്യുകയും ചെയ്യുന്നവനാര് വ്യാജം പറയാതിൻ്റെ അധരത്തെയും ദോഷം ചെയ്യാതെ നാവിനെയും അടക്കിക്കൊള്ളട്ടെ. വചനം അങ്ങനെയാണ് പറയുന്നത്. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാര് നുണ പറയാതെ വ്യാജം പറയാതെ അധരത്തെ കാത്തുകൊള്ളട്ടെ. പോഷ്ക്ക് പറയാതെ വാക്കുകളെ നിയന്ത്രിച്ചു കൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. ജീവനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, ഓരോ ചെറിയ വാക്കുകളിൽ പോലും നാം സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ ഓരോ വാക്കും, നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഈ വാക്കുകൾ വ്യക്തമായി കർത്താവ് തരുന്നൊരു നിർദ്ദേശമുണ്ട്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം, ആവശ്യം പോലെ മാത്രമേ പറയാവൂ. കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ആത്മീയ വർധന ഉണ്ടാകണം. നല്ല വാക്കേ പറയാവൂ, ആകാത്ത വാക്കൊന്നും പറയരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഒരാൾ വേറൊരാളെക്കുറിച്ചൊരു കാര്യം കേട്ടുന്നിരിക്കട്ടെ, അത് നല്ലൊരു കാര്യമല്ല കേട്ടത്. ഇപ്പോൾ എന്നെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം കേട്ടു, ചീത്തയായ ഒരു കാര്യം കേട്ടു, അത് നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മതി. അതൊരിക്കലും വേറൊരാളോട് പറയരുത്. സത്യമായിരിക്കാം, പക്ഷേ വേറൊരാളോട് പറയരുത്. എന്തുകൊണ്ട്? ആ പറയുന്നതാണ് വാവിഷ്ഠാണം. എന്നെക്കുറിച്ച് നിങ്ങൾ കേട്ട കാര്യം വേറൊരാളോട് നിങ്ങൾ പറയുന്നു, അത് വാവിഷ്ഠാണമായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. അത് വലിയ പാവമാണ്. വാവിഷ്ഠാണക്കാരൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഞാൻ കേട്ടത് സത്യമായ കാര്യമാണല്ലോ, പിന്നെ ഞാൻ പറഞ്ഞാൽ എന്താ കുഴപ്പം? പക്ഷേ അത് പറയാൻ നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നിനക്ക് ആത്മീയവർദ്ധന വന്നുവോ? അത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നീ കേട്ട ആൾക്ക് ആത്മീയവർദ്ധന വന്നുവോ? അത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആത്മീയവർദ്ധന ഉണ്ടായോ? ദൈവത്തിന് സ്തോത്രം. ആത്മീയവർദ്ധനയല്ല ഉണ്ടായത്, ആത്മാവ് നിർജ്ജീവമായി പോവുകയാണ് ചെയ്തത്. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ അനേകം പേര് പറയുന്ന വാക്കുകളിൽ നിയന്ത്രണം വേണ്ടിയിരിക്കുന്നു. അനീതി വിട്ടുമാറിയിട്ടില്ല, വാക്കുകളിൽ നിയന്ത്രണമില്ല. അധികം സംസാരിക്കരുത്. സംസാരിക്കുന്നത് കർത്താവ് പ്രസാദിക്കുന്ന വാക്കുകളെ സംസാരിക്കാവൂ. യേശുക്രിസ്തു പ്രസാദിക്കുന്ന വിധത്തിലേ സംസാരിക്കാവൂ. എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് പറഞ്ഞ് വരുത്തിയാലുള്ള അപകടം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ കോപം നിങ്ങളുടെ മേൽ വരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിക്കൂ. കർത്താവിന് സ്തോത്രം. ഇതൊക്കെ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് ഇനിയും പറഞ്ഞു തരണമോ? ആദ്യ പാഠങ്ങളല്ലേ, ആദ്യ പാഠങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയട്ടെ, ജീവിതത്തിൽ നിന്ന് അനീതി മാറ്റിക്കൊള്ളുക. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നിൻ്റെ വചനം കാത്തു. വചനത്തേക്ക് കാണുമ്പോൾ നിങ്ങൾ പേടിക്കണം. വചനത്തെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണം, വിറയൽ കൊള്ളണം. ഭയത്തോടും വിറയലോടും കൂടി വേണം ഈ വചനത്തെ കേൾക്കാൻ, വചനം വായിക്കാൻ. ദൈവത്തിന് സ്തോത്രം. വചനം ആത്മാവാണ്, വചനം ക്രിസ്തുവാണ്,
വചനം ദൈവമാണ്, വചനം ദൈവത്തിൻ്റെ ആത്മാവാണ്, വചനം തീയാണ്. ഈ തീയോട് നിങ്ങൾ കളിക്കരുത്. ദൈവത്തിന് സ്തോത്രം. തീയെ തൊട്ട് കളിക്കരുത്. ദൈവത്തിൻ്റെ വചനം വെച്ചുകൊണ്ട് നിങ്ങൾ തോന്നിയതുപോലെ സംസാരിക്കരുത്. ദൈവത്തിൻ്റെ വചനം വെച്ചുകൊണ്ട് നിങ്ങൾ അതുവിധം സംസാരിക്കരുത്. വചനം വെച്ചുകൊണ്ട് തമാശ പറയരുത്. വേദപുസ്തകത്തിലെ ചില വാക്കുകൾ വെച്ചുകൊണ്ട് ആളുകൾ പരസ്പരം തമാശയായിട്ട് പറയും. അതും തെറ്റാണത്. ഒരിക്കലും ചെയ്യരുത്. ഒരിക്കലും നമ്മുടെ നാവ് അരുതാത്ത സംസാരിക്കാൻ പോകരുത്. അതുപോലെ ഓരോ അവയവവും. കാരണം അനീതി എല്ലാ അവയവങ്ങളിൽ നിന്ന് മാറിപ്പോകണം. അനീതി വന്നുപോയ കാര്യങ്ങൾ ചിന്തിച്ച് നോക്കൂ. പഴയ കാലത്തേക്ക് ചിന്തിച്ച് നോക്കൂ, തിരിഞ്ഞു നോക്കൂ. എവിടെയെല്ലാമാണ് നമുക്ക് തെറ്റ് പറ്റിയത്. പ്രിയപ്പെട്ടവരെ, ഈ വർഷവും നിങ്ങൾ പലരും കുമ്പസാരിച്ചു. എന്ന് ചോദിക്കട്ടെ, വാസ്തവമായി നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് അനുഭവിച്ചിട്ടാണോ കുമ്പസാരിച്ചത്? തെറ്റുകൾ ഓരോന്നോരോന്ന് കണ്ടുപിടിച്ചിട്ടാണോ നിങ്ങൾ അനുഭവിച്ചത്? അനുതാപത്തോടെയാണോ നിങ്ങൾ ഏറ്റുപറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, അല്ല, കള്ളക്കുമ്പസാരമാണ് പലരും നടത്തിയത്. അത് ഒരു പാവം കൂടി കയറുകയാണ് ചെയ്തത്. വിചാരിച്ചു, ഒന്ന് കുമ്പസാരിച്ചു, അച്ഛൻ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു, വിശുദ്ധ കുർബാന കൊണ്ടു, ഓൾ റൈറ്റ് ആയെന്ന് വിചാരിക്കുകയാണ്. ഓൾ റൈറ്റ് ആയി എന്നല്ല, മനസ്സിലായോ? ഓൾ റൈറ്റ് ആയില്ല എന്ന് മാത്രമല്ല, അത് ഏറ്റവും വലിയ നാശമായി, ശാപമായി തീരുകയാണ്. ദൈവത്തെ കബളിപ്പിക്കാൻ നോക്കരുത്. ഇന്ന് ഞാൻ ഗൗരവമായ ഒരു കാര്യം നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തെ അമ്മാനമാടരുത്, ജീവിതത്തെ കളിയായി കാണരുത്. ജീവിതം ഗൗരവമുള്ളതാണ്. ഈ ജീവിതം പാപം ചെയ്യാനുള്ളതല്ല. ഈ ജീവിതം ദൈവത്തിന് മഹത്വം കരയറ്റാനുള്ള ജീവിതമാണ്. ഈ ഓരോ അവയവവും യേശുവിൻ്റെ അവയവമായി മാറേണ്ടതാണ്. ഈ എൻ്റെ ശരീരത്തിലെ ഓരോ അവയവവും യേശുവിനെ പ്രതിനിധാനം ചെയ്യേണ്ടതാണ്. യേശുവിൻ്റെ അവയവം പോലെ. യേശു ആണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമോ? യേശു ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? യേശു ആണെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കുമോ എന്നാണ് ചിന്തിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തേക്ക് തിരിഞ്ഞു നോക്കൂ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അകൃത്യം മാറ്റിക്കൊള്ളുക. ഒരു നിമിഷം കഴിയാതെ, ഒരു നിമിഷം മാറാതെ അകൃത്യത്തെ നിങ്ങൾ മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നിശേഷം ഉച്ചാടനം ചെയ്തുകൊള്ളുക. എല്ലാ തിന്മകളെയും ദൂരീകരിച്ചു കൊള്ളുക. കർത്താവിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു പുതിയ തീരുമാനം എടുക്കണം. കർത്താവേ, ഇന്ന് നാഥ, ഈ വചനം ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കണമേ. എൻ്റെ ജീവിതത്തിലെ അകൃത്യമെല്ലാം കഴുകുന്ന കുഞ്ഞാടിൻ്റെ തിരുരക്തം എൻ്റെ മേലൊന്ന് പതിയണമേ കർത്താവേ. എൻ്റെ ദൈവമേ, സംഹാരദൂതനെ സംഹരിക്കുന്നതിന് മുൻപ് കുഞ്ഞാടിൻ്റെ രക്തം എൻ്റെ മേൽ പുരട്ടണമേ. സംഹാരദൂതൻ വന്ന് എന്നെ സംഹരിച്ച് കളയുന്നതിന് മുൻപ് എൻ്റെ കർത്താവേ, നിൻ്റെ തിരുരക്തം എൻ്റെ മേൽ പുരട്ടി എനിക്ക് മോചനം തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. കർത്താവിനോട് വാക്ക് പറയൂ, ഇല്ല കർത്താവേ, വന്നുപോയല്ലോ, ഇനിമേൽ ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കും. എൻ്റെ ഓരോ വാക്കും നോക്കും, എൻ്റെ ഓരോ പ്രവൃത്തിയും ചിന്തയും എല്ലാം നിനക്ക് പ്രസാദകരമായിരിക്കും എന്നൊക്കെവണ്ണം ഞാനിതായാലും നിനക്ക് സമർപ്പിക്കുകയാണ്. സമർപ്പിക്കൂ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയം ഞങ്ങൾക്ക് അനുവദിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗീയ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങളെ കാത്തതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും കുരിശിൻ ചുവട്ടിലേക്ക് അടുപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ സ്നേഹവും വാത്സല്യം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി നന്ദിയോടെ സ്തോത്രം. യേശുവേ, അവിടുന്ന് ദൂരെ പോകരുതേ, അവിടുന്ന് മാറിപ്പോകരുതേ, ഞങ്ങളോട് ഉണ്ടായിരിക്കണമേ. കർത്താവേ, ഇന്ന് ഏതാനും സമയത്തേക്ക് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മരണത്തോളം നാഥ, അവിടെ ഞങ്ങളിന്ന് മാറിപ്പോകല്ലേ, ഞങ്ങളോട് ഉണ്ടായിരിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.